വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം വിമർശനങ്ങളെ അതിജീവിച്ച് ഇസ്ലാം എന്നതാണ്. മാനവ ചരിത്രത്തിൽ ഇത്രയേറെ വിമർശനങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കും അവഹേളനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയമാകേണ്ടി വന്ന ഇസ്ലാമിനെ പോലെ മറ്റൊരു മതദർശനമില്ല. വിശുദ്ധ ഖുർആനെ പോലെ മറ്റൊരു മതഗ്രന്ഥമില്ല. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരു മതനേതാവുമില്ല. ഇത്രയേറെ രൂക്ഷമായ വിമർശനങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിവേചനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെപ്പോലെ മറ്റൊരു മതവിഭാഗവുമില്ല. വിമാനത്താവളങ്ങളിലെ അനാവശ്യമായ പരിശോധനകളും വീസ അപേക്ഷാ തിരസ്കരണവും തൊഴിൽ നിഷേധവും വിചാരണയില്ലാതെയുള്ള തടവുമെല്ലാം ആഗോള അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഭരണകൂടങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇതോടൊപ്പം തന്നെ മുസ്ലിം നാമം ധരിച്ച ഒരുപാട് ആളുകൾ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളും അതിക്രമങ്ങൾക്കുമെല്ലാം മറുപടി പറയുവാനും വിധിക്കപ്പെട്ട ജനസമൂഹമാണ്, മതവിഭാഗമാണ് ഞാനും നിങ്ങളും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കുറച്ചെങ്കിലും മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ ഭയവും തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള അപകർഷതാബോധവുമുണ്ട്. കുറച്ചെങ്കിലും മുസ്ലിങ്ങൾ തങ്ങളുടെ കുട്ടികൾക്ക് പേരിടുമ്പോൾ മുസ്ലിം പേരുകൾ ഇടാൻ മടിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എൻ്റെ മുൻപിലുള്ള നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലും പരിചയക്കാരിലും ഇത്തരം ആളുകളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ എല്ലാ വിമർശനങ്ങളെയും നുണപ്രചരണങ്ങളെയും അവഹേളനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന മതമാണ് ഇസ്ലാം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുവാനും ഇത്തരം നുണപ്രചരണങ്ങളെ എങ്ങനെയാണ് മുസ്ലിങ്ങളായ നാം നേരിടേണ്ടത് എന്ന് ഉണർത്തുവാനുമാണ് ഈ സന്ദർഭം ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങളെ പോലെ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കുന്ന മറ്റേതെങ്കിലും വിഭാഗമായിരുന്നുവെങ്കിൽ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ മാധ്യമങ്ങളും മനുഷ്യാവകാശത്തിന്റെ വക്താക്കൾ എന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്നവരും അവർക്ക് വേണ്ടി ശബ്ദിക്കുമായിരുന്നു. എന്നാൽ മൗനമായി നമുക്കെതിരെയുള്ള ഈ വിവേചനങ്ങളെ അവർ പിന്തുണയ്ക്കുകയാണ്. മർവ അൽ ഷർബീനി എന്ന പേര് നിങ്ങളിൽ എത്ര ആളുകൾ കേട്ടിട്ടുണ്ട്? അവരുടെ പേര് കേരളത്തിലെ ദിനപത്രങ്ങളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്? ദൃശ്യമാധ്യമങ്ങളിൽ അവരുടെ മുഖം നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഒരു പക്ഷേ നിങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും ആ പേരും രൂപവും തീർത്തും അപരിചിതമാണെന്ന് എനിക്കറിയാം. തസ്ലിമ നസ്റിനെയും സൽമാൻ റുഷ്ദിയെയും കുറിച്ച് നിരന്തരം എഴുതുകയും വാചാലമായി സംസാരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർക്കും മനുഷ്യാവകാശത്തിന്റെ വക്താക്കൾ എന്ന് കൊട്ടിഘോഷിക്കുന്നവർക്കുമെല്ലാം മർവ എൽ ഷർബീനിയെ കുറിച്ച് പറയുവാനും എഴുതുവാനും ആവേശമുണ്ടാകില്ല. കാരണം മനുഷ്യാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും ഏടുകളിൽ ഇസ്ലാമിക വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കുവാനും വേഷം ധരിക്കുവാനുമുള്ള അവകാശം മനുഷ്യാവകാശമല്ലെന്ന് മാത്രമല്ല, പരിഗണന പോലും അർഹിക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അതുകൊണ്ടല്ലേ ശിരോവസ്ത്രം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഫ്രാൻസും മറ്റും നിയമമാക്കിയപ്പോൾ അതിനെതിരെ ഈ കൂട്ടർ ശബ്ദിക്കാതിരുന്നതും മൗനമായി അതിനെയെല്ലാം പിന്തുണച്ചതും നഗ്നത പ്രദർശിപ്പിക്കുവാനുള്ള അവകാശം മനുഷ്യാവകാശമായി ഇവർക്ക് പരിഗണിക്കുവാൻ യാതൊരു മടിയുമില്ല. എങ്കിൽ നഗ്നത മറയ്ക്കുവാനുള്ള അവകാശവും മനുഷ്യാവകാശമല്ലേ? ജനറ്റിക് എഞ്ചിനീയറും
ഡോക്ടറേറ്റിന് വേണ്ടി തീസിസ് സമർപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്ന മർവ അൽ ഷർബീനി ജീവിച്ചിരുന്നത് ജർമ്മനിയിലെ ഡ്രെസ്ഡൻ എന്ന സ്ഥലത്താണ്. അവിടുത്തെ പൊതുകളി സ്ഥലത്ത് തന്റെ കൊച്ചുകുട്ടി മുസ്തഫയെ മുസ്ലിം എന്നൊറ്റ കാരണത്താൽ ഊഞ്ഞാലാടുവാൻ അനുവദിക്കാതിരുന്ന അലക്സ് വൈൻ എന്ന വർഗീയ വംശീയവാദിയോട് തന്റെ കുട്ടിയെ ഒന്ന് ഊഞ്ഞാലാടുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചതിൽ രോഷാകുലനായ മനുഷ്യൻ ശിരോവസ്ത്രം അണിഞ്ഞിരുന്ന മർവയെ മുസ്ലിം ഭീകരവാദി എന്ന് വിളിച്ചാക്ഷേപിച്ചു. അമേരിക്കയിലെയും യൂറോപ്പിലെയും നഗരങ്ങളിൽ ശിരോവസ്ത്രം അണിഞ്ഞ മുസ്ലിം വനിതകൾ നിരന്തരം കേൾക്കുന്ന ഈ അവഹേളനം ഏതായാലും സഹിക്കുവാൻ മർവ അൽ ഷർബീനി തയ്യാറായിരുന്നില്ല. വംശീയ അധിക്ഷേപം നടത്തിയതിന് അധികാരികൾക്ക് അവർ പരാതി നൽകി. ജർമ്മൻ കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടയ്ക്ക് 3 മാസം ഗർഭിണിയായ മർവയുടെ നേർക്ക് കൊലയാളിയായ അലക്സ് വൈൻ കഠാരയുമായി കടന്നു ചെന്ന് 18 തവണ കുത്തി. ഭാര്യയെ രക്ഷിക്കുവാൻ ഓടിച്ചെന്ന ഭർത്താവ് എൽവി അലി ഒക്കോസിനെ കൊലയാളി 16 തവണ കുത്തിയതിനേക്കാൾ ഭയാനകം കൊലയാളിയെ തടയേണ്ടിയിരുന്ന നിയമപാലകർ കൊലയാളിയെ സഹായിച്ചുകൊണ്ട് ഭർത്താവിന്റെ നേർക്ക് നിറയൊഴിച്ചു എന്നതായിരുന്നു. ഇത്രയും ഭയാനകമായൊരു സംഭവം നടന്നിട്ടും ആ നിയമപാലകർ അതിനെതിരെ ഒന്നും ശബ്ദിച്ചില്ല. ന്യായാധിപന്റെ കൺമുൻപിൽ വെച്ച് ഗർഭിണിയായ മർവ പിടഞ്ഞു വീണ് മരിച്ചു. ഇതിനെല്ലാം സാക്ഷിയായ കൊച്ചുകുട്ടി മുസ്തഫ കോടതി മുറിയിലുണ്ടായിരുന്നു. എന്നിട്ടും ജർമ്മൻ മാധ്യമങ്ങൾ അവസാന പേജിൽ ചെറിയൊരു കോളത്തിൽ മാത്രമാണ് വാർത്ത നൽകിയത്. പല പട്ടണങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭണങ്ങൾ ആരംഭിച്ചപ്പോൾ മാത്രമാണ് ജർമ്മൻ അധികാരികൾ ഈ സംഭവത്തെ അപലപിച്ചതും മാധ്യമങ്ങൾ അല്പമെങ്കിലും വാർത്താ പ്രാധാന്യം നൽകിയതും. നിങ്ങളൊന്ന് ചിന്തിക്കുക. തന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടി ധീര രക്തസാക്ഷിത്വം വരിച്ച മർവയുടെ ധീരതയും സഹനവും കാണാത്ത, തന്നെ നൊന്ത് പ്രസവിക്കുകയും തോളിലേറ്റിയും വിരൽ പിടിച്ചും നടത്തിയ പ്രിയപ്പെട്ട മാതാവിനെ ക്രൂരനായ കൊലയാളി തന്റെ കൺമുൻപിൽ വെച്ച് ഭയാനകമായി കുത്തിമലർത്തുന്ന കാഴ്ച കാണേണ്ടി വന്ന കൊച്ചുകുട്ടി മുസ്തഫയുടെ കണ്ണുനീർ ദർശിക്കാത്ത, തന്റെ ഭാര്യയെ രക്ഷിക്കുവാൻ ഓടിച്ചെന്നു എന്നൊറ്റ കാരണത്താൽ ഘാതകരിൽ നിന്നും ഏറ്റ കുത്തുകളോടൊപ്പം തന്നെ നിയമപാലകർ ഉതിർത്ത വെടിയുണ്ടകളും ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഭർത്താവ് എൽവി അലി ഒക്കോസിന്റെ ഹൃദയവേദനകൾ മനസ്സിലാക്കാത്ത, മർവയുടെ ഗർഭസ്ഥ ആ വയറ്റിൽ വെച്ച് തന്നെ എന്നേക്കുമായി സ്പന്ദനം നിലച്ചുപോയ ഗർഭസ്ഥ ശിശുവിന്റെ കേൾക്കാതെ പോയ കരച്ചിൽ ശ്രവിക്കാത്ത ലോകമാധ്യമങ്ങളും ഭരണാധികാരികളുമെല്ലാം ഇതേ കാലയളവിൽ ഇറാനിൽ വധിക്കപ്പെട്ട നേതാ ആഗാ സുൽത്താനയുടെ രോദനം കേട്ടു. അവർക്ക് വേണ്ടി മുതലക്കണ്ണുനീർ ഒഴുക്കി, മുഖപ്രസംഗങ്ങൾ എഴുതി. ആഴ്ചകളോളം പ്രധാന വാർത്തയായിരുന്നു. അതിന് അവരുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ടായിരുന്നു. 2009 ഇറാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പാശ്ചാത്യ ഭരണകൂടങ്ങൾക്ക് ഇഷ്ടമില്ലാതിരുന്ന അഹമ്മദ് നജാദ് വിജയിച്ചത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ തിരഞ്ഞെടുപ്പ് നീതിപൂർവകമല്ല എന്ന വാദവുമായിട്ട് ജനങ്ങളെ ഇളക്കിവിട്ടു. ഈ പ്രക്ഷോഭണങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ തന്റെ സംഗീത അധ്യാപകനുമായിട്ട് കാറിൽ സഞ്ചരിക്കവേ പ്രക്ഷോഭണം മൂലമുണ്ടായ ഗതാഗത കുരുക്കിൽ അവരുടെ വാഹനം വിടുന്നു. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ അവരുടെ നേർക്ക് ആരോ നിറയൊഴിച്ചു. അവർ മരിച്ചു. ഇത് നജാത്തിനെതിരെയുള്ളൊരു ആയുധമായിട്ട് ഇവർ ആമുഖങ്ങൾ എഴുതി കൊട്ടിഘോഷിച്ചു. നിങ്ങളൊന്ന് ചിന്തിക്കുക. യാതൊരു പ്രക്ഷോഭണങ്ങളിലും പങ്കെടുക്കാതെ യാദൃശ്ചികമായി മരിക്കേണ്ടി വന്ന നേതാ ആഗാ സുൽത്താനക്ക് നൽകിയ വാർത്താ പ്രാധാന്യത്തിന്റെ 1000-1 പോലും തന്റെ വിശ്വാസത്തിനു വേണ്ടി വേഷം ധരിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി പടപൊരുതി ധീര രക്തസാക്ഷിത്വം വരിച്ച മർവക്ക് മാധ്യമങ്ങൾ നൽകിയില്ലെന്ന് മാത്രമല്ല, അവരെ ക്രൂരമായി വധിച്ച അലക്സ് വൈനെ കൊലയാളി എന്ന് പോലും വിളിച്ചില്ല. ഇതാണ് മാധ്യമങ്ങളുടെ ഇസ്ലാമിനെതിരെയുള്ള ഇരട്ടത്താപ്പ് നയം. ഇനി മറ്റൊരു സംഭവം വിവരിക്കാം.
2009 ജൂലൈ 22 യൂറോപ്പിലെ ഒരു രാജ്യമായ നോർവേയിലെ തലസ്ഥാനമായ ഒസ്ലോയിലെ സർക്കാർ മന്ദിരങ്ങളിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളിൽ 8 പേർ മരിക്കുകയും ഒട്ടനവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സ്ഫോടനങ്ങളിൽ പിന്നിൽ ആരെന്ന് പോലും അന്വേഷിക്കാതെ അതിന്റെ പിന്നിൽ മുസ്ലിം ഭീകരവാദികളാണ് എന്ന് മാധ്യമങ്ങൾ വിധിയും പ്രഖ്യാപിച്ചു. എന്നാൽ ഈ സ്ഫോടനങ്ങൾ നടന്ന് മണിക്കൂറുകൾക്കകം അതേ കൊലയാളി നോർവേയിലെ ഒരു ഒഴിഞ്ഞ ദ്വീപായ ഉട്ടോയ ദ്വീപിൽ നടന്നുകൊണ്ടിരുന്ന ലേബർ പാർട്ടിയുടെ യുവജന സംഗമത്തിലേക്ക് കടന്നു ചെന്ന് യന്ത്രത്തോക്കുമായി ആ കൂടിയിരുന്ന യുവജനങ്ങളുടെ നേർക്ക് നിറയൊഴിച്ചു. 65 പേർ മരിക്കുകയും ഒട്ടനവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊലയാളിയായ ആൻഡ്രിയ ബെറിംഗ് ബ്രാജ്വിക്കിനെ കീഴ്പ്പെടുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് അയാൾ മുസ്ലിമല്ലെന്ന് മാത്രമല്ല, കടുത്ത ഇസ്ലാമിക വിരോധിയും നോർവേ ചർച്ചിലെ അംഗവും ഒരു ലോക ക്രൈസ്തവ സാമ്രാജ്യം സ്ഥാപിക്കുവാനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയിൽ അംഗവുമായിരുന്നു. ഓസ്ലോ സ്ഫോടനം നടന്ന ഉടനെ തന്നെ അത് മുസ്ലിം ഭീകരവാദികളാണെന്ന് വിധി പ്രഖ്യാപിച്ച മാധ്യമങ്ങൾ കൊലയാളി ഒരു ക്രൈസ്തവ ഭീകര സംഘടനയിലെ അംഗമാണെന്നറിഞ്ഞപ്പോൾ അയാളെ ക്രൈസ്തവ ഭീകരവാദി എന്ന് വിളിച്ചില്ല, മറിച്ച് വലതുപക്ഷ തീവ്രവാദിയെ നോമന പേരാണ് നൽകിയത്. എന്തേ മാധ്യമങ്ങൾ ഇത്തര തരം താഴ്ന്ന സമീപനം സ്വീകരിക്കുന്നത്? ഇസ്ലാം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ധാരണ പരത്തുവാനല്ലേ? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു മനുഷ്യ ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യരെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കുവാൻ പ്രേരിപ്പിക്കരുതെന്ന് 5-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെയും എല്ലാം ഉണർത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നറിയാത്തവരല്ല ലോകമാധ്യമ പ്രവർത്തകർ. അവർക്കെല്ലാം അറിയാം. എന്നിട്ട് എന്തേ ഈ നീചമായ സമീപനം സ്വീകരിക്കുന്നത്? 3 മാസം പ്രായമായ പെൺകുഞ്ഞിനെ വധിച്ച പീറ്റർ ഒ'കീഫിയുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയത് ഫാദർ കിൽഡ് ഹിസ് ഡോട്ടർ, പിതാവ് മകളെ വധിച്ചു എന്നതായിരുന്നുവെങ്കിൽ പെൺകുഞ്ഞിനെ വധിച്ച യൂനസ് എന്നയാളുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് അതേ മാധ്യമം എഴുതിയത് മുസ്ലിം കിൽഡ് ഹിസ് ഡോട്ടർ, മുസ്ലിം തന്റെ മകളെ വധിച്ചു എന്നതായിരുന്നു. പീറ്റർ ഒ'കീഫിയും യൂനസും ചെയ്ത പ്രവർത്തികൾ ഒന്ന് തന്നെയെങ്കിൽ ക്രിസ്ത്യൻ പേരുള്ള പീറ്റർ ഒ'കീഫി ചെയ്തപ്പോൾ അത് പിതാവ് ചെയ്ത പ്രവൃത്തിയും, യൂനസ് എന്ന മുസ്ലിം പേരുള്ള വ്യക്തി ചെയ്തപ്പോൾ അത് മുസ്ലിം ചെയ്ത പ്രവൃത്തിയുമായതെങ്ങനെ? ഇസ്ലാം പെൺകുഞ്ഞുങ്ങളെ വധിക്കുവാൻ അനുവദിക്കുന്നു എന്ന ധാരണ പരത്തുവാനല്ലേ ഇവർ ശ്രമിച്ചത്? വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖതലഹും കാന ഖിത്വൻ കബീറ. ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്, നിങ്ങൾക്കും അവർക്കും ജീവിത വിഭവങ്ങൾ നൽകുന്നത് നാമാണ് എന്ന് 17-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലൂടെ ഉണർത്തുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നറിയാത്തവരല്ല മാധ്യമ പ്രവർത്തകർ. എന്നിട്ടും ഈ തരം താഴ്ന്ന നീചമായ സമീപനം ഇസ്ലാമിനോട് എന്തുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത്? ഭാര്യയെ വധിച്ച കെനത്ത് ഒ ഡക്കറ്റ് എന്നയാളുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് ദ സ്റ്റാർ ലെഡ്ജർ എന്ന പത്രം എഴുതിയത് ഹസ്ബൻഡ് കിൽഡ് ഹിസ് വൈഫ്, ഭർത്താവ് തന്റെ ഭാര്യയെ വധിച്ചു എന്നതായിരുന്നുവെങ്കിൽ ഇതേ പ്രവൃത്തി ചെയ്ത റീസ് എന്നയാളുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് ഇതേ മാധ്യമം എഴുതിയത് മുസ്ലിം കിൽഡ് ഹിസ് വൈഫ്. കെനത്തോ ഡക്കറ്റും റീസും ചെയ്ത പ്രവർത്തികൾ ഒന്ന് തന്നെയെങ്കിൽ കെനത്ത് എന്ന ക്രിസ്ത്യൻ പേരുള്ളയാൾ ചെയ്തപ്പോൾ അത് ഭർത്താവ് ചെയ്ത പ്രവൃത്തിയും, റീസ് എന്ന മുസ്ലിം പേരുള്ളയാൾ ചെയ്തപ്പോൾ അതെങ്ങനെ മുസ്ലിം ചെയ്ത പ്രവൃത്തിയുമായതെങ്ങനെ? ഭാര്യയെ വധിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്ന തെറ്റായ ധാരണ പരത്തുവാനല്ലേ ഇവർ ഇതിലൂടെ ശ്രമിച്ചത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും ഉത്തമമായ രീതിയിൽ പെരുമാറണമെന്ന് വിശുദ്ധ ഖുർആൻ
4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും ഉത്തമമായ രീതിയിൽ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണർത്തിയിട്ടുണ്ട് എന്നറിയാത്തവരല്ല ലോകമാധ്യമ പ്രവർത്തകർ. എന്നിട്ടും എന്തേ ഈ നീചമായ സമീപനം അവർ ഇസ്ലാമിനോട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതൊരിക്കലും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ തൗഹീദ്, ഉജ്ജ്വലമായ ഏകദൈവ വിശ്വാസത്തോടുള്ള എതിർപ്പല്ല. കാരണം ലോകത്തിലെ പ്രമുഖ മതങ്ങളിലെ മഹാഭൂരിപക്ഷം അനുയായികളും തങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്യന്തികമായ ലക്ഷ്യം ഏകദൈവ വിശ്വാസത്തിൽ, ഏകദൈവത്തിൽ എത്തിച്ചേരുക എന്ന് വാദിക്കുന്നവരാണ്. ഇനി തങ്ങളുടെ മതത്തോടുള്ള അഭിനിവേശമാണോ ഇസ്ലാമിനെതിരെ നുണപ്രചരണങ്ങളുമായി രംഗത്ത് വരുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതുമല്ല. അമേരിക്കയിലെയും യൂറോപ്പിലെയും മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും തങ്ങളുടെ മതത്തോട് വലിയ അഭിനിവേശമില്ലാത്തവരാണ്. പൂട്ടിക്കിടക്കുന്നതും ഒഴിഞ്ഞു കിടക്കുന്നതും വിൽക്കപ്പെടുന്നതുമായ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ബാഹുല്യം ഈ യാഥാർത്ഥ്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ മേലുദ്ധരിച്ച കാരണങ്ങളൊന്നുമല്ല ഇസ്ലാമിനെതിരെ നുണപ്രചരണങ്ങളുമായി രംഗത്ത് വരുവാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ആ കാരണമെന്ന് അന്വേഷിച്ചാൽ നമുക്ക് വ്യക്തമായി ഉത്തരം ലഭിക്കും. ഇവരെല്ലാം വെറുക്കുന്നതും ഭയക്കുന്നതും ഇസ്ലാമിക ആദർശത്തിന് അനുസൃതമായി സംസ്കരണത്തിന് വിധേയരായ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെയാണ്. കാരണം അത് ഭരണകൂടങ്ങൾക്ക് നികുതിയും, കുത്തകകൾക്ക് കൊള്ളലാഭവും, ഷൈലോക്കുമാർക്ക് കൊള്ള പലിശയും, കലാവൈകൃതങ്ങളുടെ ആസ്വാദനത്തിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് അത്തരത്തിലുള്ള പണസമ്പാദനത്തിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. മദ്യം വാങ്ങുകയും വിൽക്കുകയും കുടിക്കുകയും ചെയ്യാത്ത ജനങ്ങളെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾ നിലവിൽ വന്നാൽ മദ്യവിൽപ്പനയിലൂടെ ലഭിക്കുന്ന ഭീമമായ നികുതി നഷ്ടപ്പെടുന്നതുകൊണ്ട് ഭരണകൂടങ്ങൾക്കും ലാഭം നഷ്ടപ്പെടുന്നത് കൊണ്ട് ലോക മദ്യ കുത്തകകൾക്കും പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാത്ത ജനവിഭാഗങ്ങൾ നിലവിൽ വന്നാൽ കൊള്ള പലിശ ലഭിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ട് ലോക ബാങ്കിംഗ് വ്യവസ്ഥകൾ നിയന്ത്രിക്കുന്ന ഷൈലോക്കുമാർക്കും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുത്തകയും അനുവദിക്കാത്ത വ്യവസ്ഥകൾ നിലവിൽ വന്നാൽ ചൂഷണത്തിലൂടെ പണം സമ്പാദിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുന്നത് കൊണ്ട് ലോക കുത്തകകൾക്കും വ്യഭിചാരവും നഗ്നതാ പ്രദർശനവുമൊന്നും അനുവദിക്കാത്ത വ്യവസ്ഥകൾ നിലവിൽ വന്നാൽ പൈതങ്ങളുടെ പാൽക്കുപ്പിയുടെ പരസ്യത്തിന് പോലും അടിവസ്ത്രം മാത്രം ധരിച്ച പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ലോക പരസ്യക്കാർക്കും ആ പരസ്യങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഉണ്ടാകുന്ന ഭീമമായ നഷ്ടത്തെ ഭയന്നുകൊണ്ട് ഇക്കൂട്ടർക്കുമെല്ലാം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആനെയും പ്രിയപ്പെട്ട പ്രവാചകനെയും തെറ്റിദ്ധരിപ്പിക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. എന്നാൽ ഈ വിഭാഗത്തിൽ ഒന്നും പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട്. അവർ നൂറ്റാണ്ടുകളായി ഇസ്ലാമിനെതിരെ നുണപ്രചരണങ്ങൾ പാടി നടക്കുന്നു. അവരാണ് ഇവാഞ്ചലിസ്റ്റുകളും മിഷണറിമാരും. എല്ലാ ഇവാഞ്ചലിസ്റ്റുകളും മിഷണറിമാരും ഇത്തരക്കാരാണെന്ന അഭിപ്രായം എനിക്കില്ല. എന്നാൽ ഇവരിൽ വലിയൊരു വിഭാഗമുണ്ട്. അവരെന്തിനാണ് എതിർക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് പിടികിട്ടാറില്ല. ഒരു പക്ഷെ തങ്ങളുടെ വിശ്വാസത്തോടുള്ള അപകർഷതാബോധവും ഇസ്ലാമിന്റെ ആദർശത്തിന്റെ അജയ്യതയെക്കുറിച്ചുള്ള ഭയവുമായിരിക്കാം ഇത്തരം നുണപ്രചരണങ്ങളുമായി രംഗത്ത് വരുവാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നത്. കാടിനെയും കടലിനെയും കാറ്റിനെയും പ്രാണനെയും പ്രാണിയെയും വിണ്ണിനെയും മണ്ണിനെയും എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന ഇസ്ലാമിലെ യുക്തിഭദ്രമായ ദൈവവിശ്വാസത്തിന്റെ മുൻപിൽ ദൈവം മൂന്നാണെന്നും മൂന്നാണെങ്കിലും ഒന്നാണെന്നുമുള്ള യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവവിശ്വാസത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന ആ അങ്കലാപ്പായിരിക്കാം ഇസ്ലാമിനെതിരെ നുണപ്രചരണങ്ങളുമായി രംഗത്ത് വരുവാൻ ഇക്കൂട്ടരെ പ്രേരിപ്പിക്കുന്നത്. മലക്കുകളോളം ഉയരുവാനും പിശാചിനോളം താഴുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ധീരതയുടെയും ഇതിഹാസങ്ങൾ രചിക്കുവാനും ക്രൂരതകളുടെയും അതിക്രമങ്ങളുടെയും കറുത്ത ഏടുകൾ എഴുതി ചേർക്കുവാനുമുള്ള പ്രകൃതിയോടും സ്വാതന്ത്ര്യത്തോടുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും
അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തിന്മകളെ നിയന്ത്രിച്ചുകൊണ്ട് നന്മകൾ അധികരിപ്പിച്ച് അനശ്വരമായ പരലോക വിജയം കരസ്ഥമാക്കണമെന്നും ഒരാത്മാവിനോടും അല്ലാഹു അനീതി ചെയ്യില്ല എന്നും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയുമാണ് മനുഷ്യന് ലഭിക്കുക എന്നും ആരും ആരുടെയും പാപഭാരം ഏറ്റെടുക്കേണ്ടതില്ല എന്നും എല്ലാമുള്ള എത്ര മനോഹരമായ യുക്തിഭദ്രമായ ഇസ്ലാമിലെ പരലോക വിശ്വാസത്തിന്റെ മുൻപിൽ വിലക്കപ്പെട്ട കനി ഹവ ഭക്ഷിക്കുകയും ആദമിനെ കൊണ്ട് ഭക്ഷിപ്പിക്കുകയും ചെയ്തതിലൂടെ പിറന്നു വീഴുന്ന പൈതങ്ങൾ ഉൾപ്പെടെ സർവരും പാപികളായെന്നും ആ പാപം തുടച്ചു മാറ്റുവാൻ ദൈവം തന്റെ മകനായ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചുവെന്നും മകനായ ദൈവത്തെ നശ്വരങ്ങളായ മനുഷ്യർ വധിച്ചുവെന്നെല്ലാം വിശ്വസിച്ചാൽ, അങ്ങനെ വിശ്വസിക്കുന്നവർ ചെയ്ത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിയാത്ത ആ വിശ്വാസത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് അങ്കലാപ്പായിരിക്കാം ഒരു ഒട്ടകമോഷ്ടാവിനാൽ, കാട്ടറബി കൊള്ളക്കാരനാൽ, പിശാച് ബാധിച്ചവനാൽ, അധാർമിക വ്യക്തിയാൽ, മാനസിക നില തെറ്റിയ വ്യക്തിയാൽ എഴുതപ്പെട്ട ധാർമ്മികത നിറഞ്ഞ ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ എന്ന് നൂറ്റാണ്ടുകളിലൂടെ ഇവർ പാടി നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജോൺ ഓഫ് ഡെമാസ്കസും പിന്നീട് മെർസായിയും പിന്നീട് ഹോഹിംഗറും അതുപോലെ തന്നെ മൈക്കിളോ ഡീക്കസും അതുപോലെ ഒട്ടനവധി ആളുകൾ പാടി നടക്കുന്നു. തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധമായിരിക്കാം ഫ്ലോറിഡയിലെ ക്രൈസ്തവ പാതിരി ടെറി ജോൺസിനെ കൊണ്ട് ഖുർആൻ പിശാചിന്റെ ഗ്രന്ഥമാണ് എന്ന് പറയിപ്പിച്ചുകൊണ്ട് ഖുർആൻ ബേണിംഗ് ഡേ, ഖുർആൻ അഗ്നിക്കിരയാക്കുന്ന ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വർഷവും ഖുർആനുകൾ കൂട്ടിയിട്ട് അയാൾ കത്തിക്കുന്നതും ഈ ഒരു അപകർഷതാ ബോധം തന്നെയായിരിക്കാം ജിലാൻ പോസ്റ്റ് എന്ന മുതലായ പത്രങ്ങളെ കൊണ്ട് പ്രവാചകനെ നിന്ദിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ പ്രസിദ്ധീകരിപ്പിക്കുന്നതും. ഇത് തന്നെയായിരിക്കാം മീഡിയ ഓഫ് ക്രൈസ്റ്റ് എന്ന സംഘടന പിന്നിൽ നിന്നും ചരട് വലിച്ചുകൊണ്ട് ബസേലി നിക്കോളയെ കൊണ്ട് ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പ്രവാചകൻ നിന്ന ചിത്രം നിർമ്മിപ്പിച്ചത്. എന്നാൽ എന്തും പറയുവാനും എന്തും പ്രവർത്തിക്കുവാനും എന്തും എഴുതുവാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് ഇതെല്ലാം അനുവദിക്കുന്ന ആ ഭരണകൂടങ്ങളോടും വക്താക്കളോടും നിയമപാലകരോടും മുസ്ലിങ്ങളായി നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്തും പറയാനുള്ള അവകാശമുണ്ട് എങ്കിൽ യഹൂദരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തതായി പറയപ്പെടുന്ന ഹോളോകോസ്റ്റ് നടന്നിട്ടില്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ, അല്ലെങ്കിൽ മിഥ്യയാണ് എന്ന് സമർത്ഥിച്ചാൽ, ജയിലിലടക്കാനുള്ള നിയമങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്തെയാ ഇതിനെതിരെ അവർ ശബ്ദിക്കാതിരുന്നത്? ഹോളോകോസ്റ്റ് ഒരു മിഥ്യയാണ് എന്ന് വാദിച്ചതിന് ബ്രിട്ടീഷ് ചരിത്രകാരനായ ഡേവിഡ് ഇർവിങ്ങിനെയും ഫ്രഞ്ച് ചിന്തകനായ ഗറൌഡിയെയും ശിക്ഷിച്ചപ്പോഴും ഇവർ ശബ്ദിച്ചില്ലല്ലോ. പ്രിൻസ് ചാൾസിന്റെയും പരേതയായ പ്രിൻസസ് ഡയാനയുടെയും മൂത്ത മകൻ പ്രിൻസ് വില്യമിന്റെ ഭാര്യ കെയ്റ്റ് എന്നറിയപ്പെടുന്ന കാതറിൻ മിഡിൽട്ടന്റെ നഗ്ന ചിത്രങ്ങൾ ഒരു ഫ്രഞ്ച് മാസിക പ്രസിദ്ധീകരിക്കാൻ പോയപ്പോൾ ഒരു ഫ്രഞ്ച് കോടതി അത് തടഞ്ഞു. ഒരു സ്ത്രീയുടെയും നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഈ സമയം തന്നെ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന ഒരു പത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗ്ന കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുസ്ലിങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതി പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, തടയാൻ പറ്റില്ല എന്ന്. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, 130 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങളുടെ വ്രണപ്പെട്ട മനസ്സ് കാണാത്ത ന്യായാധിപന് ഒരു രാജകുമാരി അഴിഞ്ഞാടിയ ചിത്രം പ്രസിദ്ധീകരിക്കുവാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ മനസ്സ് വ്രണപ്പെട്ടു. ഇതാണ് ഇരട്ടത്താപ്പ് നയം. നമുക്ക് തടയാൻ കഴിയില്ല. എന്നാൽ ഇതിനെതിരെ എങ്ങനെയാണ് മുസ്ലിങ്ങളായ ഞാനും നിങ്ങളും പ്രതികരിക്കേണ്ടത്? ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജ പ്രവാചകനെന്നും കവിയെന്നും പിശാച് ബാധിച്ചവനെന്നും മാരണക്കാരനെന്നുമെല്ലാം ഖുറൈശികൾ വിളിച്ചതായി ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ അവരെയെല്ലാം വധിക്കാൻ ഖുർആൻ നിർദ്ദേശിച്ചിട്ടില്ല. 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിൽ ഖുർആൻ പറയുന്നില്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമേ അവർ വിളിച്ച് ആരാധിക്കുന്ന വസ്തുക്കളെ നിങ്ങൾ അവഹേളിക്കരുത്. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം ഉണർത്തുന്നുണ്ട്, അറിവില്ലായ്മ കൊണ്ട് അവർ അള്ളാഹുവിനെയും അവഹേളിക്കാം. സൃഷ്ടികൾ അള്ളാഹുവിനെ അവഹേളിച്ചാൽ അള്ളാഹുവിനൊന്നും വരാനില്ല. പക്ഷേ മുസ്ലിങ്ങളായി നമ്മെ ഉപദേശിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ വേണം പ്രതികരിക്കാൻ. വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായത്തിലെ 33-ാം വചനത്തിൽ അള്ളാഹു പറയുന്നില്ലേ,
വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇല്ലല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും തുല്യമല്ല. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരും. പ്രവാചകനെ അവഹേളിച്ചവരുടെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാളുയർത്തുകയല്ല ചെയ്തത്, മറിച്ച് സത്യസന്ദേശവുമായി അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് പ്രവാചകനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ അബൂ സുഫിയാനും യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ ഖാലിദ് ബിനുൽ വലീദും നീചമായ കവിതകൾ രചിച്ച കഅബ് ബിൻ മാലിക്കും നിന്നാ പ്രഭാഷണങ്ങൾ നടത്തിയ സുഹൈൽ ബിൻ അംറുമെല്ലാം ഇസ്ലാമിന്റെ ശക്തരായ വക്താക്കളായി തീർന്നത്. പ്രവാചകനെ അപമാനിച്ച് അവഹേളിച്ച ഒരു വ്യക്തിയുടെ ശിരസ്സറക്കാനായിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളുയർത്തിയപ്പോൾ തടഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ സന്നിധിയിൽ നാളെ ഇസ്ലാം സ്വീകരിച്ചിട്ടാണ്, സത്യമതം സ്വീകരിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നതെങ്കിൽ ഉമർ, താങ്കൾ എന്താണ് പറയുവാൻ പോകുന്നത്? ഒരു പക്ഷേ ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പ്രവാചകൻ നിന്ന ചിത്രത്തിനെതിരെയുള്ള പ്രക്ഷോഭണത്തിൽ വധിക്കപ്പെട്ട അമേരിക്കൻ ലിബ്യൻ അംബാസഡർ നാളെ ഇസ്ലാം സ്വീകരിക്കില്ലായിരുന്നു എന്ന് എന്താണ് ഉറപ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുന്നു, ഒരു ഉപകാരവും ചെയ്യാത്ത പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കുക. ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും യൂട്യൂബുകളുടെയും ഈ യുഗത്തിൽ ഒരു വ്യക്തിക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഒരാളെ അവഹേളിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ചിത്രങ്ങളും ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നാം അതിനെതിരെ പ്രതികരിക്കുക? ഉദാഹരണത്തിന് ഭാരതത്തിലുള്ള ഒരാൾക്ക് പ്രവാചകനെ നിന്ദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. നിമിഷങ്ങൾക്കുള്ളിൽ അത് അമേരിക്കയിൽ ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് വീണ്ടും അയാളുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യാം. മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നതിൻ്റെ പേരിൽ ഭാരതത്തിലെ സർക്കാരിനത് ഗൂഗിളിനോട് യൂട്യൂബിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം. എന്നാൽ അത്തരം നിയമങ്ങളില്ലാത്തത് കൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തിന് അത് ആവശ്യപ്പെടാനും കഴിയില്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട മുസ്ലിങ്ങൾ. യാതൊരു കലാമൂല്യവുമില്ലാത്ത ഇത്തരം രചനകൾ ആളുകളെ കൊണ്ട് വായിപ്പിക്കുന്നതും അവരെ കൊണ്ട് കാണുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മുടെ ബുദ്ധിശൂന്യമായ പ്രതികരണമാണ്. മുസ്ലിങ്ങളായ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. 1-2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഈ രചനകളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. എന്നാൽ മനുഷ്യ സ്പന്ദനം നിലനിൽക്കുന്ന കാലത്തോളം ഇസ്ലാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. 2002 സെപ്റ്റംബർ 11 അന്നാണ് ലോകത്തെയും അമേരിക്കയും നടുക്കിക്കൊണ്ട് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ട്വിൻ ടവറുകളുടെയും അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗന്റെയും നേർക്ക് വിമാനങ്ങൾ ഇടിച്ചു കയറ്റി തകർത്ത സംഭവം ഉണ്ടാകുന്നത്. മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനെയും വെറുക്കുവാനുള്ള സുവർണാവസരം മാധ്യമങ്ങൾ ഇതിലൂടെ ലോകത്തിന് സമ്മാനിച്ചു. ഓരോ അമേരിക്കക്കാരൻ്റെയും രക്തത്തിലേക്ക്, ചിന്തകളിലേക്കും ഇസ്ലാമിനോടുള്ള വെറുപ്പ്, മുസ്ലിങ്ങളുള്ള പ്രതികാരത്തിൻ്റെയും തീക്കനലുകൾ മാധ്യമങ്ങൾ കോരിയൊഴിച്ചു. അപ്പോൾ സാധാരണ പടയാളികളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ളൊരു പടയാളിയായിരുന്നു റോബർട്ട്, മെറീൻ കോർപ്പിലെ അംഗം, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലും മുസ്ലിങ്ങളോടുള്ള പ്രതികാരം കൊണ്ട് ജ്വലിച്ചു. സെപ്റ്റംബർ 11 അഫ്ഗാൻ യുദ്ധത്തിന്റെ ഇടയ്ക്ക് കുറെ ദിനങ്ങളുണ്ടായിരുന്നു. അന്ന് അമേരിക്കയിലെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം ഇസ്ലാമായിരുന്നു. അമേരിക്കൻ ബുക്ക് സ്റ്റാളുകളിലെ ബെസ്റ്റ് സെല്ലർ, ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരുന്ന ഗ്രന്ഥം ഖുർആന്റെ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു. ഏതായാലും ശത്രുക്കളെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കാമെന്ന് കരുതി റോബർട്ട് എന്ന പടയാളി ഒരു ഖുർആൻ തർജ്ജമ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ആദ്യത്തെ അധ്യായം ഫാത്തിഹ തന്നെ അദ്ദേഹത്തെ ആകർഷിച്ചു. ഓരോ താളുകൾ മറിക്കും തോറും നിരപരാധികളെ വധിക്കണമെന്നും അതിക്രമങ്ങൾ പ്രവർത്തിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം കണ്ടില്ല. മറിച്ച് സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കാനുള്ള വചനങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ചത് മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത്, മനുഷ്യന്റെ ലക്ഷ്യമെന്ത്, മരണാനന്തരമുള്ള അവന്റെ അവസ്ഥ എന്ത്, പരലോക വിജയം കരസ്ഥമാക്കുവാൻ അവൻ എന്താണ് ചെയ്യേണ്ടത്. ഓരോ താളുകൾ മറിക്കും തോറും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള ബഹുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രതികാരം മാഞ്ഞു തുടങ്ങി. ആ ഖുർആന്റെ അവസാനത്തെ താള് മടക്കിയപ്പോഴേക്കും അദ്ദേഹം ഒരു മുസ്ലിമായി മാറിക്കഴിഞ്ഞിരുന്നു. 1-ാം ഇറാഖ് യുദ്ധത്തിലും 2-ാം ഇറാഖ് യുദ്ധത്തിലും
അഫ്ഗാനിസ്ഥാനിലും പങ്കെടുത്ത എത്രയോ അമേരിക്കൻ പടയാളികളാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിലൂടെ നാം കടന്നുപോയാൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരും ആയിരക്കണക്കിന് ഉന്നതരായ വ്യക്തിത്വങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലേ? അവരിൽ ഭരണാധികാരികളും നയതന്ത്ര പ്രതിനിധികളും ശാസ്ത്രജ്ഞരും കവികളും കഥാകൃത്തുകളും കായിക താരങ്ങളും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും സാമൂഹിക പരിഷ്കർത്താക്കളുമില്ലേ? ഈസ്റ്റേൺ ജോർജിയയിലെ രാജകുടുംബ അംഗമായിരുന്ന ജെസ്സി ഓഫ് കക്കാട്ടിയും സിംഗപ്പൂരിലെ 2ാം മുഖ്യമന്ത്രിയായിരുന്ന 1956 മുതൽ 59 വരെ 2ാം മുഖ്യമന്ത്രിയായിരുന്ന ലിം യു ഹോക്കും മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഉപദേഷ്ടാവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ഡോക്ടർ റോബർട്ട് ഡിക്സൺ ക്രെയിനും അമേരിക്കയിലെ പ്രശസ്ത ഹാസ്യതാരവും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന ഡേവ് ചാപ്പലും സ്വീഡിഷ് പീപ്പിൾ പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്ന സ്ട്രെയിനും അതുപോലെ തന്നെ നാഷണൽ ജിയോഗ്രഫി മാസികയിലെ പ്രസിദ്ധ ഫോട്ടോഗ്രാഫറായിരുന്ന തോമസ് ജെ ആംബർ ക്രാംബിയും അമേരിക്കൻ ചിന്തകനായ കാൾ ലെഗൻ ഹൗസലും ജപ്പാനിലെ ഐതിഹാസികമായ കായിക താരമായ ആന്റോണിയോ ഇനോക്കിയും അങ്ങനെ ഒട്ടനവധി ആളുകൾ വളരെ പ്രശസ്തരായി ഇവരെക്കാൾ വളരെ പ്രശസ്തരായ ഒട്ടനവധി ആളുകളെ സംബന്ധിച്ച് ചില പ്രഭാഷണങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിത് ആവർത്തിക്കുന്നില്ലെന്ന് മാത്രം. നിങ്ങൾ ക്രൈസ്തവരുടെ വെബ്സൈറ്റുകളൊന്ന് പരിശോധിക്കുക. അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജൻ ഇൻ ദ വേൾഡ്. ഇസ്ലാമാണ് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തടഞ്ഞുകൂടെ എന്ന് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു അടിമയെയും 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഏറ്റവും ഉന്നതനായ ശാസ്ത്രജ്ഞനെയും ഇസ്ലാമിന് ഒരുപോലെ ആകർഷിക്കുവാൻ കഴിയുന്നത്? ഒരു വ്യാജ പ്രവാചകന്റെ ജൽപ്പനങ്ങളായിരുന്നുവെങ്കിൽ ഇത് സാധിക്കുമായിരുന്നുവോ? ഒരിക്കലുമില്ല. ഇവിടെയാണ് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അഭിമാനത്തോടുകൂടി മുസ്ലിമാണെന്ന് പറയുവാൻ കഴിയണം. പക്ഷേ ഭൗതികമായ താല്പര്യങ്ങളല്ലേ അതിൽ നിന്നും എന്നെയും നിങ്ങളെയും തടയുന്നത്? ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും എല്ലാം മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഞാനും നിങ്ങളുമെല്ലാം മനോഹരങ്ങളായ മണിമന്ദിരങ്ങളിൽ താമസിക്കണമെന്നും ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കണമെന്നും കോടികൾ വില വരുന്ന വ്യവസായ ശൃംഖലകൾക്ക് ഉടമകളാകണമെന്നും നിരന്തരം വിദേശയാത്രകൾ നടത്തണമെന്നുമെല്ലാം ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളുടെ അത്യാഡംബരങ്ങൾ നിറഞ്ഞ ജീവിതം നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെയുള്ള ധനികരിൽ ഏറ്റവും വലിയ ധനികൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നൊരു ഉദാഹരണമാണ്, മനസ്സിൽ തറക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി നിങ്ങളോട് പറയുകയാണ്, ഏറ്റവും മനോഹരങ്ങളായ കടൽ തീരങ്ങളിലും പുഴയോരങ്ങളിലും വൻ പട്ടണങ്ങളുടെ ഹൃദയഭാഗങ്ങളിലും ലോകപ്രസിദ്ധ വിനോദ കേന്ദ്രങ്ങളിലും സ്ഥിതി ചെയ്യുന്ന അത്യാഡംബരങ്ങൾ നിറഞ്ഞ അതിവിശാലങ്ങളായ അദ്ദേഹത്തിന്റെ എല്ലാ മണിമന്ദിരങ്ങളും, കോടികൾ വില വരുന്ന റോൾസ് റോയ്സ്, കാഡിലാക് മുതലായ അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളും, മില്യൺ കണക്കിന് ഡോളറുകൾക്ക് മൂല്യമുള്ള അദ്ദേഹത്തിന്റെ വ്യവസായശാലകളും, കോടികൾ വില വരുന്ന രത്നാഭരണങ്ങളും എല്ലാം നിങ്ങൾക്ക് നൽകാം. പകരം ഒന്ന് മാത്രം ചോദിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ സർവ്വസമ്പത്തിനും പകരമായി നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ എന്ത് നൽകണം? അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ കണ്ണുകളും കാഴ്ചശക്തിയും. ഒരാൾ പോലും സന്തോഷത്തോടെ നൽകില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയുടെ സർവ്വസമ്പത്തിനും പകരമായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹം മാത്രമായ കാഴ്ചശക്തി നിങ്ങൾ നൽകുവാൻ തയ്യാറല്ല. എന്നിട്ട് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെ ജീവന് പകരമായി നിങ്ങളുടെ കണ്ണുകൾ വേണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മിക്കവാറും നിങ്ങൾ നൽകിയെന്ന് വരും. അത്രയേറെ ഞാനും നിങ്ങളും നമ്മുടെ സന്താനങ്ങളെ സ്നേഹിക്കുന്നു.
വിവാഹം കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണുവാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്കലാപ്പത് അനുഭവിച്ചവർക്കറിയാം. 6-7 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ അവർ നിരാശയിലായി. ഞങ്ങൾ ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി സമ്പാദിക്കണം? ഇനിയൊരു കുഞ്ഞിക്കാല് കണ്ടാലോ ആ കുഞ്ഞിനെ ലാളിച്ച് കൊതി തീരില്ല. ഇനി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോവുക. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് ലഭിച്ച കുഞ്ഞ്, ആ കുഞ്ഞിന് ഇസ്മായിൽ എന്ന പേര് നൽകി, ലാളനയോടെ വളർത്തി. ആ ലാളിച്ച് കൊതി തീരുന്നതിന് മുൻപ് അള്ളാഹു കൽപ്പിക്കുകയാണ് വിജനമായ മക്ക മരുഭൂമിയിലാക്കിയിട്ട് ഉമ്മയെയും കുഞ്ഞിനെയും ആക്കിയിട്ട് തിരിച്ചു വരാൻ. ഞാനും നിങ്ങളും തയ്യാറാകുമോ? എല്ലാത്തിനുമുപരി അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് തയ്യാറായി. എന്നിട്ട് ആ കുഞ്ഞിനെ ആക്കിക്കൊണ്ടുവരുന്ന സന്ദർഭം ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കുക. ആ പിഞ്ചു പൈതൽ ദാഹിച്ച് വലഞ്ഞ് നിലവിളിച്ചാൽ ആ ചുണ്ട് നനച്ചു കൊടുക്കുവാൻ ഒരിറ്റ് ജലം ലഭിക്കാത്ത, വിശന്ന് പൊരിഞ്ഞാൽ വിശപ്പടക്കാൻ ഒരിറ്റ് ഭക്ഷണം നൽകാൻ സാധ്യമല്ലാത്ത, പകലിലെ കൊടും ചൂടിൽ നിന്നും രക്ഷ നേടുവാൻ ഒരു മരത്തണലില്ലാത്ത, രാത്രിയിലെ കടുത്ത തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനായിട്ടൊരു കൂരയില്ലാത്ത, വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വന്നാൽ രക്ഷിക്കുവാനായിട്ടൊരു മനുഷ്യക്കുഞ്ഞുമില്ലാത്ത സ്ഥലത്ത് ഉമ്മയെയും കുഞ്ഞിനെയും ആക്കിക്കൊണ്ടു പോകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആക്കി പോകുന്നത്? പല പ്രാവശ്യം ചോദിച്ചപ്പോഴും മറുപടിയില്ല. അവസാനം ചോദിക്കുന്നു, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ? ഉത്തരം വരുന്നു, അതെ. അപ്പോൾ ഹാജറ ബീവി പറയുന്നു, എങ്കിൽ അള്ളാഹു കാത്തുകൊള്ളും. ആ മനസ്സ് എനിക്കും നിങ്ങൾക്കും സങ്കല്പിക്കാൻ കഴിയില്ല. എന്നിട്ട് പിന്നെയും പരീക്ഷണം, ആ കുഞ്ഞിനെ അറക്കണമെന്ന്. പലപ്പോഴും നാം കേൾക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് എന്റെയും നിങ്ങളുടെയും കുഞ്ഞിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. എന്നിട്ട് വാളുയർത്തുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും ഒന്ന് സങ്കല്പിക്കുക. ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മകനാണ്, ആ മകന്റെ കഴുത്തിന്റെ നേർക്കാണ് എങ്ങനെ നമുക്ക് വാളുയർത്താൻ സാധിക്കും? ആ കുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ നോക്കിക്കൊണ്ട് പറയുന്നില്ലേ, ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങനെ താങ്കൾക്ക് എന്നെ കാണുവാൻ കഴിയുമെന്ന്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച്. ഇബ്രാഹിം നബി ഒരു മുസ്ലിം ആയിരുന്നു. എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുമോ ഞാനൊരു മുസ്ലിമാണ് എന്ന്? എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ, കുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇക്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഹ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു ഇത് പറയുന്നത്. ഖുർആന്റെ ഒരു മനോഹരമായ ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം ഖുർആനിൽ എണ്ണിപ്പറയുന്നത് നമ്മുടെ പിതാക്കന്മാര്, പുത്രന്മാര്, ഇണകള്, സഹോദരങ്ങള്, ബന്ധുക്കള്, സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത്, നഷ്ടം ഭയപ്പെടുന്ന കച്ചവടം, മണിമന്ദിരങ്ങൾ, ഇത് വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക്. അതുകൊണ്ടല്ലേ അമുസ്ലിം രോഗികളെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ഇസ്ലാമിക ലഘുലേഖ ക്ലിനിക്കിൽ വെക്കാത്ത എത്രയോ ഡോക്ടർമാരെ നിങ്ങൾക്ക് കാണാം. സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമെന്ന് ഭയന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്താത്ത എത്രയോ അഭിഭാഷകരെ നിങ്ങൾക്ക് കാണാം. അമുസ്ലിം ഉപഭോക്താക്കളെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ക്ലിനിക്കിൽ ഇസ്ലാമിക ലഘുലേഖ വെക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഇവിടെ ഇതെല്ലാം നമുക്കൊരു തടസ്സമാണ്. ഹാഷിം അംലയെ സംബന്ധിച്ച് എത്ര ആളുകൾക്കറിയാം? ക്രിക്കറ്റ് കളി കാണുന്ന നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഹാഷിം അംല സൗത്ത് ആഫ്രിക്കയിലെ ക്രിക്കറ്റ് താരമാണ്. ഹാഷിം അംല സൗത്ത് ആഫ്രിക്കയിലെ ആ കളിക്കാരെ സംബന്ധിച്ചറിയാം, ഒരുപാട് വെളുത്ത വർഗ്ഗക്കാരുള്ള ടീമാണ്, ലോകത്തിലെ ഉന്നതമായ ടീമുകളിലൊന്ന്. ഈ മാസം ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ക്രിക്കറ്റിന്റെ ഇതിഹാസമായ വെസ്റ്റ് ഇൻഡീസിലെ വിവിൻ റിച്ചർഡിന്റെ 1 ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റില് 4000 റൺസ് തികച്ച ആ റെക്കോർഡ് ഹാഷിം അംല ഭേദിച്ചു. 7 ഇന്നിങ്സിന്റെ മുൻപിൽ ഭേദിച്ചു. പക്ഷെ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ പറയേണ്ടത് എന്താണ്? പറയണം. അദ്ദേഹത്തിന്റെ ചിത്രം നിങ്ങളൊന്ന് കാണുക. ഇത്രയാണ് താടി, യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വേഷം.
കളിസ്ഥലങ്ങളിൽ മറ്റുള്ള കളിക്കാരുടെ പാശ്ചാത്യ വേഷം ധരിച്ച ഭാര്യമാരിയ്ക്കുമ്പോൾ ഹാഷിം അംലയുടെ ഭാര്യ ഇരിക്കുന്നുണ്ടാകും ഇസ്ലാമിക വേഷം ധരിച്ച്. വാസ്തവത്തിൽ മുഖം പോലും മൂടിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം കളിക്കുന്ന ആ ടീമും ലോകപ്രസിദ്ധമായൊരു മദ്യവിൽപ്പന കമ്പനിയുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു ഇവരുടെ ജേഴ്സികളിൽ ആ മദ്യ കമ്പനിയുടെ എംബ്ലം വെക്കണം. ഹാഷിം അംല പറഞ്ഞു പറ്റില്ല. ടീം മാനേജ്മെന്റ് പറഞ്ഞു നിങ്ങളത് ചെയ്യണം. അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല. എങ്കിൽ എല്ലാ മാസവും 30,000 രൂപ പിഴയടക്കണം. അദ്ദേഹം അതിന് തയ്യാറായി. നിങ്ങൾ കളി കാണുമ്പോഴറിയാം ഒരേ ടീമിലെ ജേഴ്സികളാണ്. ഹാഷിം അംലയുടെ ജേഴ്സിയിലെ മദ്യ വിൽപ്പനയുടെ ആ എംബ്ലമില്ല. അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടിട്ടാണ് വെളുത്ത വർഗക്കാരനായ സൗത്ത് ആഫ്രിക്കയിലെ ഫാസ്റ്റ് ബൗളർ ഉണ്ട്, വെയിൻ ഡില്ലൻ എന്ന് പറയും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം ഒരിറ്റം മദ്യം പോലും അദ്ദേഹം രുചിച്ചിട്ടില്ല. ഇതാണ് ഒരു സംസ്കരണത്തിന് വിധേയമാകാ എന്ന് പറയുന്നത്. അത് വിധേയമാകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ അടുത്ത കാലത്ത് പിറ്റ്സ്ബർഗിൽ, അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലും മറ്റുള്ള പട്ടണങ്ങളിലും ചില സംഭവങ്ങളുണ്ടായി. കാൽനടക്കാരായിട്ടുള്ള യാത്രക്കാരെ ആരോ വന്ന് ഇടിച്ചു വീഴ്ത്തുന്നു. പല പട്ടണങ്ങളിലും ഇത് അരങ്ങേറിയപ്പോൾ പോലീസുകാർ ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചത്. കാരണം ഇടികൊണ്ടിട്ട് പലരും മരിച്ചു, പലരും ഓർമ്മ നഷ്ടപ്പെട്ട് കിടന്നു, പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമുള്ളൊരു മത്സരമാണ്. അപരിചിതരായ കാൽനടക്കാരെ ഒറ്റയിടിക്ക് കൊന്നാൽ ഇത്ര പോയിന്റ്, ഓർമ്മ കെടുത്തിയാൽ ഇത്ര പോയിന്റുകൾ. നിങ്ങളൊന്ന് ആലോചിക്കുക. 3-4 ദിവസങ്ങൾക്ക് മുൻപ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പത്ര റിപ്പോർട്ട്. അവിടെ 2 ആളുകൾ, ഒരു ബാർബർ എന്ന് പറയുന്ന എലിറ്റ് ബാർബർ എന്നതാണ് ഭർത്താവിന്റെ പേര്, മെറിൻഡ എന്നതാണ് ഭാര്യയുടെ പേര്. വിവാഹത്തിന്റെ 3-ാമത്തെ ആഴ്ച, 3-ാം വർഷമല്ല, അവരൊന്ന് ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? അവരാഘോഷിക്കുവാൻ തീരുമാനിച്ചത് ഒരാളെ കൊന്നുകളയാം. അങ്ങനെ അവരുടെ SUV വാഹനത്തിൽ ഭർത്താവ് പുറകിൽ ഒളിച്ചിരുന്നു. ഭാര്യ മിറന്റെ കാർ ഓടിച്ചു. വഴിയിൽ കണ്ട ലാ ഫെറാറ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കാറിൽ പിടിച്ചിരുത്തി. ഭർത്താവ് പതുക്കെ മുകളിലേക്ക് ഉയർന്ന് നാടൻ മുണ്ടെടുത്ത് കഴുത്ത് ഞെരിച്ച് ഭാര്യ 20 തവണ കുത്തിക്കൊന്നു. ഇതാണ് ആധുനിക ലോകത്തിന്റെ പോക്ക്. എന്നിട്ടും അവർക്ക് ഇസ്ലാമിക സംസ്കാരത്തോട് പുച്ഛമാണ്. പക്ഷേ മുസ്ലിങ്ങളായ നമുക്ക് വേണ്ടി അഭിമാനം, നമുക്കുണ്ടാകേണ്ട അഭിമാനം. ഇസ്ലാം ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നു. എന്താണ് ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നത്? അത് വ്യക്തിക്കും വ്യക്തി ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും സമൂഹങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിനും ഒന്നും ഒരു നേട്ടമുണ്ടാക്കില്ല. പെണ്ണും മദ്യവുമെല്ലാം ഒഴുകുന്ന കസിനോകൾ മുതൽ കുതിരപ്പന്തയങ്ങളും കോഴിപ്പന്തയങ്ങളും ഫുട്ബോൾ, ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ കളികളിലെ വാതുവെപ്പും എല്ലാം നമുക്കറിയാവുന്നതാണ്. എന്താണ് ചൂതാട്ടത്തിന്റെ പ്രത്യേകത? നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ആയിരങ്ങളും ലക്ഷങ്ങളും ലഭിക്കും, നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നും ലഭിക്കില്ല, ഒരു ഉറപ്പുമില്ല. മുസ്ലിങ്ങളായ ഞാനും നിങ്ങളും ചൂതാട്ടം നടത്താത്തവരാണ്. ഈ സദസ്സിൽ ആരും തന്നെ ചൂതാട്ടം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ജീവിതം കൊണ്ട്, ആയുസ് കൊണ്ട് ഞാനും നിങ്ങളും ചൂതാടുന്നില്ലേ? നാളത്തെ സൂര്യോദയങ്ങളും നാളത്തെ സൂര്യാസ്തമയങ്ങളും ദർശിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ധരിച്ച വസ്ത്രം ഞാൻ തന്നെ ഊരുമെന്ന് എന്താണ് ഉറപ്പ്? ഞാൻ ഇന്ന് കിടന്ന കട്ടിലിൽ തന്നെ നാളെ കിടക്കുമെന്നും എന്താണ് ഉറപ്പ്? എന്നിട്ട് ഞാനും നിങ്ങളും ചൂതാട്ടം നടത്തുകയാണ്. ഇന്ന് ശ്രദ്ധാപൂർവം നമസ്കരിച്ചില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് കുറച്ചു നാളുകൾ കഴിഞ്ഞ് ശ്രദ്ധാപൂർവം നമസ്കരിച്ച് പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് മസ്ജിദുകളിൽ കൃത്യമായി പോകുവാൻ പറ്റിയിട്ടില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് കൃത്യമായി മസ്ജിദുകളിൽ പോയി പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് ദാനധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിലും മരിക്കുന്നതിന് മുൻപ് ദാനധർമ്മങ്ങൾ ചെയ്ത് പരലോക വിജയം കരസ്ഥമാക്കണം. ഇന്ന് മറ്റുള്ളവരോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ മരിക്കുന്നതിന് മുൻപ് നല്ല രീതിയിൽ പെരുമാറി പരലോക വിജയം കരസ്ഥമാക്കണം. എന്തുറപ്പാണുള്ളത്? അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? എന്നിട്ട് ഞാനും നിങ്ങളും ആയുസ്സുകൊണ്ട് ചൂതാട്ടം നടത്തുകയാണ്. MD പരീക്ഷയുടെ റിസൾട്ട് വന്ന് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ മകനെ സംബന്ധിച്ച് അതിനു മുൻപ് മകൻ മരിച്ചുപോയി. കണ്ണുനീരോടുകൂടി പിതാവ് പറഞ്ഞു, അവൻ പഠിച്ചതും അധ്വാനിച്ചതും വെറുതെയായല്ലോ എന്ന്.
ശരിയാണ്. ഡോക്ടറാകുവാനും എഞ്ചിനീയർ ആകുവാനും അഭിഭാഷകനാകുവാനും പഠിക്കുന്ന ആളുകൾ അവർക്കൊരു ലക്ഷ്യമുണ്ട്, പണമുണ്ടാക്കണം, ഒരുപാട് നേടണം. അതിനു മുൻപ് മരിച്ചു പോയാലോ ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ ഇസ്ലാമിക പ്രബോധകനായ, അമേരിക്കയിലെ പ്രബോധകനായ സിറാജ് വൻഹജ് ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, മെഡിസിന്റെ റിസൾട്ട് വന്ന് ഡിസ്റ്റിങ്ഷനോടുകൂടി എൻ്റെ മകൾ പാസ്സായി. അതിനൊരാഴ്ച മുൻപ് പ്രസവവുമായി ബന്ധപ്പെട്ട് അവൾ മരിച്ചു. എന്നാൽ അവൾ ഒരു മുസ്ലിമായിട്ടാണ് ജീവിച്ചത്. അവൾ നമസ്കരിച്ചിരുന്നു, വ്രതമനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് അവളുടെ ജീവിതം പാഴായിട്ടില്ല. ഡോക്ടറാകുവാൻ പഠിക്കുന്ന വ്യക്തി നല്ല മുസ്ലിം ആകുവാനും കൂടി പഠിച്ചിരുന്നുവെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ആയുസ് എത്രയെന്ന് നമുക്കറിയില്ല. യഥാർത്ഥ വിശ്വാസികളായിട്ട് സർവ്വ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. ഖുർആനിൽ അള്ളാഹു പറയുന്നില്ലേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈഹിമുസ് സ്വാദിഖൂൻ. അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ഈ മാത്രം എന്ന വാക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, തയ്യാറാണോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും സമ്പത്തും ത്യജിക്കാൻ തയ്യാറാണോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഞാനും നിങ്ങളുമൊന്നും വിശ്വാസികളല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജാഹിലിയ കാലത്ത് കവിതകൾ രചിച്ചിരുന്ന ഹൻസ എന്ന കവയിത്രി ഒരു യുദ്ധത്തിൽ തന്റെ സഹോദരൻ മരിച്ച വേദന താങ്ങുവാൻ കഴിയാതെ വാവിട്ട് നിലവിളിച്ച ഹൻസ, വിലാപഗാനങ്ങൾ രചിച്ച ഹൻസ, ആകാശം ഭേദിക്കുമാർ അലമുറയിട്ട് കരഞ്ഞ ഹൻസ, ഒരു വിലാപഗാനത്തിൽ അവർ പാടി, സുഹറേ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഓരോ സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും നിന്നെ കുറിച്ചുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ. സഹോദരന്മാർ മരിച്ചു വിലപിക്കുന്ന സഹോദരിമാരില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതേ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്തിന്റെ ചൈതന്യം കടന്നു ചെന്ന ശേഷം സത്യവും അസത്യവും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും തമ്മിലുള്ള ഖാദിസിയയുടെ പോരാട്ടത്തിന്റെ ഒരു രാത്രി 4 അരുമ സന്താനങ്ങളെ അടുത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ചിട്ടില്ല, പരമ്പര മാറ്റിമറിച്ചിട്ടില്ല, തറവാടിന് പേരുദോഷം വരുത്തിയിട്ടില്ല, കാരണവന്മാരെ ധിക്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നാം സ്വമേധ ഇസ്ലാം സ്വീകരിച്ചവരാണ്, ആരുടെയും പ്രേരണയാൽ സ്വീകരിച്ചവരല്ല. പരലോകമാണ് ഇഹലോകത്തേക്കാൾ അഭികാമ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാളെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടണം. യുദ്ധഗതി എതിരാണെന്ന് കണ്ടാൽ അവരുടെ സേനാനായകരുമായിട്ട് പോരാടണം. പിറ്റേന്ന് നേരം പുലർന്നു. ആ 4 മക്കളും വൃദ്ധമാതാവിന്റെ ഉപദേശം ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് രണാങ്കണ ഭൂമിയിലേക്ക് സിംഹങ്ങളെ പോലെ ഗർജിച്ചുകൊണ്ടും ശരങ്ങളെ പോലെ കുതിച്ചുകൊണ്ടും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചുകൊണ്ടും പോരാടി. ശത്രുക്കൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ ഓരോരുത്തരായി രക്തസാക്ഷിത്വം വരിച്ചു. 4 അരുമ സന്താനങ്ങളുടെ മരണവാർത്ത കേട്ട് ഹൻസ എന്ന വിശ്വാസിനി വാവിട്ട് നിലവിളിച്ചില്ല, ആകാശം ഭേദിക്കുമാറ് അലമുറയിട്ട് കരഞ്ഞില്ല, വിലാപഗാനങ്ങൾ രചിച്ചില്ല. മറിച്ച് 2 കൈകളും ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹിം. 4 സന്താനങ്ങളുടെ രക്തസാക്ഷിത്വത്തിലൂടെ എന്നെ അനുഗ്രഹിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവൻ ഇച്ഛിക്കുന്നുവെങ്കിൽ പരലോകത്ത് ഞങ്ങൾ കണ്ടുമുട്ടും. നിങ്ങളൊന്ന് ചിന്തിക്കുക, വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു സഹോദരന്റെ മരണം പോലും താങ്ങുവാൻ കഴിയാതിരുന്ന അതേ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് ഈമാന്റെ ചൈതന്യം കടന്നു ചെന്ന ശേഷം 4 അരുമ സന്താനങ്ങളെ രക്തസാക്ഷിത്വത്തിലേക്കും യുദ്ധത്തിലേക്കും പ്രോത്സാഹിപ്പിച്ചു വിടുന്ന വിശ്വാസിനിയാണ് കാണുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് മനോഹരമായ കേരളത്തിലാണ്. മുസ്ലിങ്ങളായി ജീവിക്കാനായിട്ട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടതില്ല, രക്തസാക്ഷികളെ സൃഷ്ടിക്കേണ്ടതില്ല, വിധവകളെയും അനാഥകളെയും വിട്ടുപോകേണ്ടതില്ല. നല്ല മുസ്ലിങ്ങളായി ജീവിക്കുകയും മരിക്കുകയും മാത്രം ചെയ്താൽ മതി. അത് വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടേത് മാത്രമല്ല, നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും രക്ഷയ്ക്കാവശ്യമാണ്.
അതുകൊണ്ടെല്ലാം കമ്പോളങ്ങളിൽ നിന്നും തുടങ്ങുകയും എല്ലാം കമ്പോളങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഈ സ്വാർത്ഥതയുടെ നാളുകളിൽ, ഞാനെന്ന മതിലിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് കരുതുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ നാളുകളിൽ, എല്ലാത്തിലും ഇടുങ്ങിയതും എല്ലാത്തിലും വിപുലവുമായ മനസ്സിനെ ഈ സ്വാർത്ഥതയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവരന്റെ ദൈന്യങ്ങളും അവരന്റെ സൗഖ്യങ്ങളും എന്റേതായി കാണുവാനുള്ള വിശാലമായ മനസ്സുകൾക്ക് ഉടമകളായ മനുഷ്യരെ വാർത്തെടുക്കുവാൻ ഇസ്ലാമല്ലാതെ മറ്റേത് മതദർശനത്തിനാണ് കഴിയുക? കഞ്ഞിവെള്ളം കുടിക്കാതെ, കഞ്ഞിവെള്ളം കിട്ടാതെ കുഞ്ഞുങ്ങൾ പിടയുമ്പോഴും, പീഡികത്തിനുള്ള വീടാക്കി സഹോദരിമാർ മയങ്ങുമ്പോഴും, കളിപ്പാട്ടങ്ങളും ലാളനകളും കവർന്നെടുത്ത് പെൺകുഞ്ഞുങ്ങളെ മാംസത്തെരുവുകളിലേക്ക് എറിയുമ്പോഴും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രതികരണശേഷി നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഈ സ്വാർത്ഥതയുടെ നാളുകളിൽ നന്മകൾ ഉപദേശിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ വാർത്തെടുക്കുവാൻ ഇസ്ലാമല്ലാതെ മറ്റേത് മതദർശനമാണുള്ളത്? മുൻപിൽ വന്ന് പുഞ്ചരിക്കുകയും, മുൻപിൽ വന്ന് പുഞ്ചരിച്ച് പ്രശംസിക്കുകയും പിന്നിലൂടെ കഠാര കുത്തിയിറക്കുകയും ചെയ്യുന്ന കപട സൗഹൃദത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആരുടെ നോവുകളെന്നും ആരുടെ സന്തതികളെന്നും ആരു പെറ്റതെന്നും അറിയാത്ത കുത്തകഴിഞ്ഞ ലൈംഗിക ബന്ധങ്ങളുടെ ശാപങ്ങളായി തീർന്നിട്ടുള്ള പിതാവാരെന്നറിയാത്ത സന്താനങ്ങളുടെ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ നാളുകളിൽ ധാർമ്മിക മൂല്യങ്ങളുടെ വേലികൾ പൊറിച്ചും നീതിസാരങ്ങളെ കാറ്റിൽ പറത്തിയും സ്വർഗ ലൈംഗിക ബന്ധങ്ങളെ പ്രകീർത്തിച്ചും മുന്നേറുന്ന ജനസമൂഹങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനും മനുഷ്യബന്ധങ്ങളെ സാഹോദര്യത്തിൻ്റെ സ്വർണ്ണ ചരടിൽ കോർത്തിണക്കുവാനും കഴിയുന്ന ദർശനം ഇസ്ലാമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ജീവിതം കൊണ്ട് ഞാനും നിങ്ങളും ഈ സത്യം പ്രബോധനം ചെയ്യുക. അതായിരിക്കും ഇസ്ലാമിനെതിരെയുള്ള നുണപ്രചരണങ്ങൾക്ക് നമ്മുടെ ഏറ്റവും ശക്തമായ മറുപടി. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസുന്ന വ അമിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.